അങ്ങനെ ഒരു ദിവസം രാത്രി കഴിയാറായി. അപ്പോൾ രാത്രിയിലെ വീഡിയോ ഇട്ടേക്കണത്. അപ്പോൾ രാത്രിയിൽ ചെന്നപ്പോൾ കിടക്കൊന്നും വിരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ വിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യാനുള്ളൊരു തിടുക്കത്തിലായിരുന്നു. അപ്പോൾ രാത്രി പിന്നെ കിടക്കയൊക്കെ വിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിറ്റേ ദിവസം വന്നപ്പോൾ പിന്നെ അടുക്കളയിലാണല്ലോ നമ്മുടെ മെയിൻ സ്ഥലം. അവിടെ ചെന്ന് പിന്നെ രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കണ്ടേന്ന് ഓർത്ത് നിന്നപ്പോൾ ഇന്ന് ഭയങ്കര മടിയായതുകൊണ്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ മടിച്ചാണ് ഇങ്ങനെ അടുക്കളയിലോട്ട് കയറിയത്. അത് കഴിഞ്ഞപ്പോൾ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും കൂടി ചോറുണ്ടാക്കാമെന്ന് ഓർത്തു. അതാകുമ്പോൾ പിന്നെ ഒറ്റ പരിപാടി കൊണ്ട് തീർന്നല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് ഞാനും അവളും കൂടി ചോറുണ്ടാക്കാമെന്നിങ്ങനെ അവളെനിക്ക് ഹെൽപ്പായിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ സഹായിച്ചു തരും. അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് ക്യാമറയിൽ കിടന്ന് കോഷ്ടികൾ കാണിക്കണം കേട്ടോ. ക്യാമറ കണ്ടപ്പോൾ കുറച്ച് ഓവറായിട്ട് കോഷ്ടിയെ കാണിച്ചുള്ളൂ. അത് കഴിയുമ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു ഉള്ളിത്തേയിൽ വെക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്ത് പിന്നെ തേങ്ങ നന്നായി വറുത്തെടുത്ത് ചീൻചട്ടിയിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങ നന്നായി മൂപ്പിച്ചൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാനിവിടെ ഉള്ളിത്തേയിൽ വെക്കണത്. അതിലേക്ക് ആവശ്യത്തിന് ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്നിട്ട് നമ്മൾ ചൂടാക്കിയ നമ്മുടെ തേങ്ങേനെ എടുത്തിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തോളും. അപ്പോൾ അവൻ തന്നെ നന്നായി ഇങ്ങനെ മിക്സി രണ്ട് കറക്കി കഴിഞ്ഞ് അവൻ നന്നായിട്ട് അരപ്പൊക്കെ വന്നോളും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം എല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ തയ്യാറായി.